വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മുടെ സോഷ്യോളജിയിലെ 69 ബാർ മെയ് ബാർ ഫോർ സെറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 4 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സിലബസ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കണ്ടേ? എന്തൊക്കെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ ആ സിലബസ് ഏകദേശം ഒന്ന് കവർ ചെയ്ത് പോകും. ഏത് ഭാഗത്തുനിന്ന് വരാം അല്ലെങ്കിൽ ഏത് ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡീസും കൊണ്ടുപോകും. ഈ ഭാഗം നമുക്ക് ഇത്ര കൂടുതൽ ഫോക്കസ് കൊടുക്കാം, ഈ ഭാഗത്തുനിന്ന് 1 വേർഡേ വരുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ഫോക്കസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അതായത് എസ്സേ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഉള്ള എസ്സേസ് അതല്ലാന്നുണ്ടെങ്കിൽ മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഭാഗങ്ങൾ നമ്മൾ നിങ്ങളോട് എക്സ്ട്രാ എടുത്ത് പറയും. ഇതിൽ ഒരുപാട് ആ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലാതെ തന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടാതെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളോട് കുറച്ച് പോർഷൻസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു, അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? നോക്കിയിട്ട് പോവുക. സോ നമുക്കധികം ടൈം വേസ്റ്റ് ആക്കാനില്ല. എല്ലാവരും എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കും എന്നറിയാം. നമുക്കിങ്ങനെ മിസ്സേ നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലും ടീച്ചറെ നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് പോയിന്നായിരിക്കും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാനില്ലാത്തതാണ്. കാരണം എന്താണ്? നമുക്ക് എക്സാം അടുത്ത ടൈമാണ് അല്ലേ? സോ നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ടെറിട്ടോറിയൽ ബേസിസ്. അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ നോക്കിയത്? കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും. അവിടെ എന്തായിരുന്നു ഡിഫറൻസ് എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിൽ ടെറിട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിലേതും വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഡെഫിനിറ്റ് ടെറിട്ടറി, ലൊക്കാലിറ്റി ഏതും ചോദിക്കാം. എല്ലാം ചോദിച്ചാൽ എന്താണ്? ഒന്നാണ്. അപ്പോൾ കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ലൊക്കാലിറ്റി. അതല്ല എന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ബൗണ്ടറി എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ട് എന്താണ്? ഏതാണ് ടെറിട്ടോറിയൽ ബേസിസിൽ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണ്? ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതല്ല നമ്മുടെ 4th ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പോൾ പിന്നെന്താ? ഇത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? അപ്പോൾ 4th ഉം 5th നിങ്ങൾക്ക് എന്താണ്? 1 കിട്ടിയാൽ 1 ബോണസ് എന്ന് പറഞ്ഞ പോലെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ? അത് അറിയുന്ന ഒരാൾക്ക് ഇത് എഴുതാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇത് ഈസി ആയിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് അറിയാം. ഓക്കെ, അത് എന്നാലും നമ്മൾ എന്താണ് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്തോട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ സൊസൈറ്റി, ബി കമ്മ്യൂണിറ്റി, സി ഗ്രൂപ്പ്, ഡി ക്ലബ്ബ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ പറഞ്ഞു ടെറിട്ടറി, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി എന്നൊക്കെ പറയുന്നത് ഏത് ബേസ് ചെയ്തിട്ടുള്ളതാണ്? കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് ടെറിട്ടറി. ഒരു ഡെഫിനിറ്റ് ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ ജീവിക്കുന്നു, ആ ജീവിക്കുന്നതിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളെങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, നമ്മുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ്, ഇതൊക്കെയാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊരിക്കലും എന്തല്ല ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടല്ല. ഇറ്റ് ബിയോണ്ട് ദി ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇറ്റ് ബിയോണ്ട് ദി ടെറിട്ടറി എന്നാണ് പറയേണ്ടത്. ഓക്കെ, ക്ലിയർ. ബാക്കി നമ്മൾ 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻഡോഗാമി ഈസ് എ കസ്റ്റം ദാറ്റ് റിക്വയർസ് മാരേജ് വിത്തിൻ വിച്ച് കാസ്റ്റ് ഓർ ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള മാരേജ് എന്ന് പറയുന്നത് എൻഡോഗാമിയാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജ്, ആ ഡിഫറെൻറ്റ് ടൈപ്സ് 4 ടൈപ്സ് മാരേജസ് ആണ് ഇവിടെ പറയുന്നത്. ആ 4 ടൈപ്സും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഒന്ന് ഈ പറഞ്ഞ എൻഡോഗാമി, രണ്ടാമത്തേത് എക്സോഗാമി, ഗാമി, ഇതും നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കിപ്പോണം. നെക്സ്റ്റ് ഹൈപ്പർഗാമി. എന്താണ്? ഹൈപ്പർ
ഗാമി എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനുലോമ എന്നായിരിക്കും കൊടുത്തിട്ടുള്ളത്. എന്താണ്? അനുലോമ എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഹൈപ്പോഗാമി. ഹൈപ്പോഗാമി. അപ്പോൾ ഈ 3 തരത്തിലുള്ള മാരേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ 4 തരത്തിലുള്ള മാരേജിനെ കുറിച്ചും നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ 4 തരത്തിലുള്ള മാരേജുകളെ കുറിച്ച്. എൻഡോഗാമിയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എൻഡോഗാമി എന്ന് പറയുന്നത് മാരേജ് വിത്തിൻ വിച്ച് കാസ്റ്റ് ഓർ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് വൺസ് ഓൺ ഗ്രൂപ്പാണ്. അതായത് എൻഡോഗാമി ഈസ് എ കസ്റ്റം ദാറ്റ് റിക്വയർസ് മാരേജ് വിത്തിൻ വൺസ് ഓൺ സോഷ്യൽ ഗ്രൂപ്പ്. നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ മാരേജ് കഴിക്കുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്? എൻഡോഗാമി എന്ന് പറയുന്നത്. അതായത് 2 പേര് വിവാഹം കഴിക്കുന്നു, 2 പേരുടെ കാസ്റ്റ് അല്ലെങ്കിൽ 2 പേരുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അങ്ങനെയുള്ള മാരേജ് ആണ് എന്തെന്ന് പറയുന്നത്? എൻഡോഗാമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സോഗാമി ആണ്. എന്താണ് എക്സോഗാമി എന്ന് പറയുന്നത്? എക്സോഗാമി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ പുറത്തുള്ള വേറൊരു ഗ്രൂപ്പിൽ നിന്ന് മാരേജ് കഴിക്കുന്നത്. അതായത് എൻഡോഗാമി ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാരേജ് കഴിക്കുന്നത്, ഒരേ സോഷ്യൽ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാരേജ് കഴിക്കുന്നത്. എക്സോമി ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ മാരേജ് കഴിക്കുന്നതാണ് എക്സോഗാമി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹൈപ്പർഗാമി എന്ന് പറയുന്നത്? ഹൈപ്പർഗാമി എന്ന് പറയുന്നത് ഇവിടെ മെയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരുഷൻ എന്ന് പറയുന്നത് ഹയർ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളായിരിക്കും. ഹയർ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ഹയർ സോഷ്യൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളായിരിക്കും. ലേഡി എന്ന് പറയുന്നത് ലോ കാസ്റ്റ് ആയിരിക്കും. ലോ കാസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള മാരേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർഗാമി അല്ലെങ്കിൽ അനുലോമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പർഗാമിയാണ്, ഹൈപ്പോഗാമിയാണ്. ഹൈപ്പർഗാമി നമ്മൾ പറഞ്ഞു ഹയർ കാസ്റ്റിൽപ്പെട്ട പുരുഷനും ലോവർ കാസ്റ്റിൽപ്പെട്ട സ്ത്രീയും മാരേജ് കഴിക്കുന്നതിനാണ് ഹൈപ്പർഗാമി അല്ലെങ്കിൽ അനുലോമ എന്ന് പറയുന്നത്. ഹൈപ്പോഗാമി എന്ന് പറയുന്നത് ലോവർ കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള വിമണും ലോവർ കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള പുരുഷനും പിന്നെ ഹയർ കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള സ്ത്രീയും. അതായത് സ്ത്രീ എന്താണ്? വലിയ കാസ്റ്റിലുള്ള വലിയ സോഷ്യൽ ഗ്രൂപ്പിലുള്ളതാണ്. പുരുഷൻ എന്താണ്? ലോ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മാരേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോഗാമി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എൻഡോഗാമി, എക്സോഗാമി, ഹൈപ്പർഗാമി, ഹൈപ്പോഗാമി. ഇത്രയും മാരേജസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മളത് കവർ ചെയ്ത് പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോർഷൻസ് പറഞ്ഞു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ളത് എന്ന് പറയുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ് ലേറ്റ് ടു. അതായത് ഡിക്ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡിക്ലൈൻ കുറവാണ് കേട്ടോ, കുറയുന്നതിനാണ്. ഡെത്ത് റേറ്റ് മരണനിരക്ക് കുറയുന്നത് ഇതിൽ എന്തുമായി? അപ്പോൾ മരണനിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മരണനിരക്ക് കുറയുന്നു. സ്വാഭാവികമായിട്ടും മരണനിരക്ക് കുറയുമ്പോൾ എന്താ ഉണ്ടാവുക? പോപ്പുലേഷൻ കുറയും. ആളുകൾ കുറച്ചേ മരിക്കുന്നില്ലെങ്കിൽ പോപ്പുലേഷൻ കുറഞ്ഞാണോ വരുന്നത്? അല്ല. അൺഎംപ്ലോയ്മെന്റ് ആണോ? തൊഴിലില്ലായ്മയാണ് ഉണ്ടാകുന്നത്. ആളുകൾ കുറച്ച് മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ല. നെക്സ്റ്റ് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി ഉണ്ടാവുമോ? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി നമുക്ക് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആളുകൾ കുറച്ചേ മരിക്കുന്നുള്ളൂ, ബാക്കി ആളുകളൊക്കെ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പ്രൊഡക്ട്സും റിസോഴ്സസും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി കിട്ടും? ഇല്ല. മറിച്ച് എന്താണ് വരുന്നത്? ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ആളുകൾ കുറച്ചേ മരിക്കുന്നെങ്കിൽ എന്തുണ്ടാവുള്ളൂ? വീണ്ടും ജനന നിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ആളുകൾ കുറച്ചേ മരിക്കുന്നുള്ളൂ, പിന്നെ ജനനം ഉണ്ടേനും. അപ്പോൾ എന്തായിരിക്കും? പോപ്പുലേഷൻ കൂടല്ലേ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 8th ക്വസ്റ്റ്യൻ ആണ്. അക്ബർ, വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ മുഗൾ എംപറേഴ്സ്, പ്രൊപ്പഗേറ്റഡ് ദി കൺസെപ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് റിലീജിയൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ബർ ആരാണ്? അക്ബർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുഗൾ റൂളർ ആയിരുന്നു. മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മുഗൾ
റൂളേഴ്സിൽപ്പെട്ട ഏറ്റവും നമ്മൾ മുഗൾ റൂളേഴ്സിൽ തന്നെ ഗ്രേറ്റ് റൂളർ എന്നറിയപ്പെടുന്ന അക്ബറിൻ്റെ സമയത്ത് അദ്ദേഹം ഏത് റിലീജിയനാണ് സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലീജിയനാണത്. അപ്പോൾ ഹിന്ദുയിസം അക്ബർ കൊണ്ടുവന്നാണോ? നമുക്ക് തന്നെ അറിയാം, അക്ബറും എന്തായാലും ഹിന്ദുയിസം കൊണ്ടുവന്നിട്ടുണ്ടാവോ? ഒരിക്കലുമില്ല. പിന്നെ നമുക്ക് ഒരു ഡൗട്ട് വരുന്നത് ഇസ്ലാമും ദീനിലാഹിയും തമ്മിലായിരിക്കും. ഇസ്ലാം അക്ബർ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഇസ്ലാം അങ്ങോട്ടേക്ക് പോവരുത്. ക്ലിയർ? ഇസ്ലാം അക്ബർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന മതം എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം പുതുതായിട്ടൊരു മതം കൊണ്ടുവരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ദീനിലാഹി എന്ന് പറയുന്നത്. ഈ ദീനിലാഹിയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പല മതങ്ങളിൽ പെട്ടിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു മതം. അതാണ് എന്ത് എന്ന് പറയുന്നത്? ദീനിലാഹി എന്ന് പറയുന്നത്. ആര് കൊണ്ടുവന്നിട്ടുള്ളത്? അക്ബർ കൊണ്ടുവന്നിട്ടുള്ളത്. ബുദ്ധിസം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ബുദ്ധിസം കൊണ്ടുവന്നിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും നിങ്ങൾക്ക് മേ ബി ചോദിക്കാം. നെക്സ്റ്റ് ചിലപ്പോൾ ബുദ്ധിസം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ബുദ്ധിസം ആരാണ്? ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ബുദ്ധിസം. അല്ലെങ്കിൽ ബുദ്ധിസം എവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളെവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സോറി, ബുദ്ധിസം അല്ല, സിക്കിസമാണ് കേട്ടോ. സോറി, മാറിപ്പോയതാണ്. സിക്കിസമാണ് ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഗുരുനാനാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബുദ്ധിസം ആരാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഗൗതമ ബുദ്ധയാണ്. എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ബുദ്ധിസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ജൈനിസം കൊണ്ടുവന്നിട്ടുള്ളതാണ് ആരാണ്? മഹാവീരനാണ്. വർദ്ധമാന മഹാവീരനാണ്. ഓക്കെ, ക്ലിയർ? മാറിപ്പോവരുത്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ബുദ്ധിസം കൊണ്ടുവന്നിട്ടുള്ളത് ഗൗതമ ബുദ്ധയാണ്. പിന്നെ സിക്കിസം കൊണ്ടുവന്നിട്ടുള്ളത് ഗുരുനാനാക്കാണ്. ദീനിലാഹി കൊണ്ടുവന്നിട്ടുള്ളത് അക്ബറാണ്. ഇതൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ മറന്നു പോകരുത്. അക്ബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഇസ്ലാം എന്ന് ഓപ്ഷൻ കുത്തരുത്, അല്ലെങ്കിൽ ഓപ്ഷൻ എഴുതി വെക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ, സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ത്രേത യുഗ് ദ ജാദവാസ് വേർ. ഇതൊരു പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ബുക്ക് വായിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താണ്, ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ബോക്സ് ആയിട്ടൊക്കെയാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നോട്ടീസ് ചെയ്യും. ഓക്കെ, ത്രേതയുഗ് ദ ജാദവാസ് വേർ. ജാദവാസ് എന്ന് പറയുന്നത് എന്താണ്? ജാദവാസ് എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. ഈ ജാദവാസ് ത്രേതയുഗത്തിന്റെ സമയത്ത് എന്തായിരുന്നു? അവർ ആരായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നോ, ക്ഷത്രിയാസ് ആയിരുന്നോ, വൈശ്യാസ് ആയിരുന്നോ, ശൂദ്രാസ് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആരായിരുന്നു? ജാദവാസ് എന്ന് പറയുന്നത് ചമര എന്ന് പറഞ്ഞിട്ടുള്ള, ജാദവാസ് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവര് ചമര എന്ന് പറഞ്ഞിട്ടുള്ള കാസ്റ്റിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. ചമര എന്ന് പറഞ്ഞിട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, കാസ്റ്റ് അല്ല കേട്ടോ, ജാതിയാണ്. ചമര എന്ന് പറഞ്ഞിട്ടുള്ള ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അവര് എക്കണോമിക്കലി എന്തായി, അത്ര സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. പിന്നീട് അവരെന്താണ്, എക്കണോമിക്കലി കുറച്ച് സെറ്റപ്പായി വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങൾ ക്ഷത്രിയന്റെ പിന്മുറക്കാരാണ്, ക്ഷത്രിയ ഡിസെൻഡന്റ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യാണ്. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, ത്രേതയുഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയത്ത് ജാതവാസി എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരായിരുന്നു എന്നാണ് അവര് ക്ലെയിം ചെയ്യുന്നത്. സോ ജാതവാസി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ പെടുന്ന ജാതി എന്ന് പറയുന്നത് ചമരയാണ്. അവരുടെ കാസ്റ്റ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നത് ക്ഷത്രിയ ാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം? നിങ്ങളുടെ വർണ്ണ സിസ്റ്റം, അതായത് വർണ്ണ സിസ്റ്റം, അതുപോലെ തന്നെ ജാതിയും കാസ്റ്റും ജാതിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. വർണ്ണ എന്നുള്ളത് നമ്മുടെ കാസ്റ്റിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കാസ്റ്റും ജാതിയും നിങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബോൺ ആണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു കാസ്റ്റ് ആയിരിക്കും. ബൈ ബോൺ ആയിട്ട് കിട്ടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്,
കാസ്റ്റ് എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് എന്താണ്? ബൈ ദി ഒക്യുപ്പേഷൻ, നമ്മൾ ഏത് ഒക്യുപ്പേഷൻ തിരഞ്ഞെടുക്കുന്നോ അതിൻ്റെ ബേസിലായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ജാതി നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത്. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത് വേദിക് പീരീഡിലാണ്. ഏത് പീരീഡിലാണ്? വേദിക് പീരീഡിലാണ്. വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1500 BC ആണ്. എന്നാണ് 1500 BC മുതൽ 600 BC വരെയാണ് എന്തെന്ന് പറയുന്നത് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. വേദിക് പീരീഡിൽ നമുക്ക് പറയാനുള്ളത് 4 മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വർണ്ണ സിസ്റ്റം ഉണ്ട്. നമ്മൾ ജനിക്കുന്നതിനനുസരിച്ച് നമ്മൾ കാസ്റ്റ് നിർണ്ണയിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്ന് ബ്രാഹ്മിൻസ് ആണ്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിനാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ക്ഷത്രിയാസിനാണ്. മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വൈശ്യാസിനാണ്. നാലാമത്തത് എന്ന് പറയുന്നത് ശൂദ്രാസ് ആണ്. ക്ലിയർ ആണോ? ബ്രാഹ്മിൻസ് ആണ് ഫസ്റ്റത്തെ വർണ്ണ സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഈ ഒരു ഇത് ഉയർന്നു വരുന്നത് വേദിക് പീരീഡിലാണ്. ഏത് പീരീഡിലാണ്? വേദിക് പീരീഡിലാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് 1500 മുതൽ 600 BC വരെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഈ കാസ്റ്റുകൾ മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് മറന്ന് പോവരുത്. ക്ലിയർ ആണോ? ജാതി കാസ്റ്റ് എന്ന് പറയുന്നത് ആകെ 4 ഉള്ളൂ. ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നത്. പക്ഷെ ജാതി എന്ന് പറയുന്നത് 4000ഓളം ജാതികളുണ്ട്. ഒരു റീജിയനിൽ തന്നെ നമുക്ക് 200ഓളം ജാതികളെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഒക്യുപ്പേഷൻ്റെ ബേസിസിലാണെന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ കൊട്ടുണ്ടാക്കുന്നവർ നമ്മൾ പറമ്പ്രാസ് അങ്ങനെ എന്തൊക്കെയോ പറയും ഇല്ലേ? അപ്പോൾ അതൊരു കാസ്റ്റാണ്. അത് അവരുടെ ഒക്യുപ്പേഷൻ ബേസ് കാസ്റ്റ് അല്ല, അതൊരു ജാതിയാണ്. അത് അവരുടെ ഒക്യുപ്പേഷൻ ബേസ് ഉള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്താം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്തൂടെ? ഓക്കെ, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ ആണ്. Zoroastrianism is one of the ancient living religion with history of. അതായത് Zoroastrianism എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ആണ്. ഇത് എവിടെയാണ് ഈ Zoroastrianism എന്ന് പറഞ്ഞിട്ടുള്ള റിലീജിയൻ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്? ഈ Zoroastrianism എന്ന് പറയുന്ന റിലീജിയൻ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് ഇറാനിലാണ്. എവിടെയാണ്? ഇറാനിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളെ പേരാണ് സൊറാസ്ട്രർ എന്ന് പറയുന്നത്. അവരുടെ ഗോഡ് എന്ന് ഫയർ ഗോഡാണ്, അല്ലെങ്കിൽ സണ്ണ്, ഫയർ ഇങ്ങനെയുള്ള ഗോഡിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അപ്പൊ അവരുടെ ഗോഡിന്റെ പേര് എന്ന് പറയുന്നത് അഹൂര മസ്ദയാണ് അവരുടെ ഗോഡ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് നമുക്ക് രാമായണം, മഹാഭാരതം, ഖുർആൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻഡ് അവസ്ഥയാണ്. എന്താണ്? സെൻഡ് അവസ്ഥയാണ്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ജൊറാസ്ട്രിയനിസം ഏത് ടൈമിലാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്? ഇന്ത്യയിലാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 1000 years ആണ്. അതായത് 1000 yearsലാണ് എന്ത് എന്ന് പറയുന്നത്? ജൊറാസ്ട്രിയനിസം വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൊറാസ്ട്രിയനിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മതം വരുന്നത് എന്ന് പറയാം. ക്ലിയർ ആണോ? ആർ യു ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ സൊറാസ്ട്രിയനിസം നമ്മൾ ഈ മതങ്ങൾ കുറച്ചെണ്ണം നിർബന്ധമായിട്ടും പഠിച്ചു പോകണം കേട്ടോ. ഏതൊക്കെയാ? ബുദ്ധിസം, ജൈനിസം, സിക്കിസം, ഇസ്ലാം, ഹിന്ദുയിസം, ജൂഡായിസം, സൊറാസ്ട്രിയനിസം. ഇതൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം നമ്മൾ ഈ സൊറാസ്ട്രിയനിസം എന്ന് പറഞ്ഞ മതത്തിനെ പറഞ്ഞ പോലെ അത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ള മതങ്ങളെയും പഠിച്ചു പോവുക. ഈസി ആയിട്ട്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമല്ല, ഈസി ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? സൊറാസ്ട്രിയനിസം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ എന്ത് ചെയ്യാണ്? ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 5 മുതൽ അല്ലെങ്കിൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്ട്രാ പോയിന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓൾമോസ്റ്റ് എക്സ്ട്രാ പോയിന്റ്സ് നമ്മളോട് കവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അല്ലെങ്കിൽ സൊറാസ്ട്രിയനിസം ഫുള്ള് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ബുദ്ധിസം അല്ലെങ്കിൽ ജാതി, കാസ്റ്റ് സിസ്റ്റം. അത് മൊത്തം
മൊത്തം പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. കാരണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്ര എന്തല്ല പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മളിവിടെ നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ച് പോവണം. ക്ലിയർ ആണല്ലോ? ബാക്കി നമുക്ക് 11th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മളിവിടെ നിർത്തുന്നില്ല. ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ കവർ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നമ്മൾ കവർ ചെയ്യും. കൂടാതെ എക്സ്ട്രാ പോയിന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളിലോട്ട് എത്തിക്കാണ്. ഒരു ടെൻഷനും വേണ്ട. ഈ എക്സാം എന്ന് പറയുന്നത് നമുക്ക് സെറ്റാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.